ഉള്ളത് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അതായത് കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് അതിനെ കണ്ടീഷനാക്കിയിട്ട് കുറേ എഴുതാൻ പറയും. നമുക്ക് നോക്കാം. വൈൽ സെറ്റിംഗ് കണ്ടീഷൻസ് ഫോർ ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ക്യാൻ ബി പ്രൊവൈഡഡ്. ചിലപ്പോൾ നമുക്ക് കണ്ടീഷനായിട്ട് തരുന്നത് കുറച്ച് ലിസ്റ്റുകളായിരിക്കാം, കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം? ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. In such a case, the operator in is used with the list. Suppose we want to retrieve the details of students in commerce and humanities group. എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് റിട്രീവ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസ്. എന്താണ് വേണ്ടത്? കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസാണ് വേണ്ടത്. എന്താ? സപ്പോസ് വി വാണ്ട് ടു റിട്രീവ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ കുറേ എഴുതാം? ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ ആയാൽ മതി. അപ്പോൾ നമുക്ക് കുറേ 9.17 നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് ഈക്വൽ ടു കൊമേഴ്സ് ഓർ കോഴ്സ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് സെമികോളൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വരും. കൊമേഴ്സിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോ ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരിക. ഇത് എങ്ങനെ ഇൻ വെച്ചിട്ട് ചെയ്യാം? അതായത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലേ, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കണ്ടീഷൻ. അത് നമുക്ക് ഇൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വറി 9.18 നോക്കാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് ഇൻ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ കോമേഴ്സോ ഹ്യൂമാനിറ്റീസിൽ ഇൻ ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ വേർഡ് കോഴ്സ് ഇൻ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമ്മുടെ ഫിഗർ 9.13 ഔട്ട്പുട്ട് തന്നെയാണ് വരിക. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സയൻസ് ഗ്രൂപ്പിലല്ലാത്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ക്വറി എഴുതിയായിരുന്നു. സയൻസ് ഗ്രൂപ്പിലല്ലാത്ത കുട്ടികൾ. അവിടെ നമ്മൾ എഴുതിയത് വേർഡ് നോട്ട് കോഴ്സ് ഈക്വൽ ടു സയൻസ്, അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടീഷൻ എഴുതിയത്. അത് ഇന്ന് വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് നോക്കാം. ക്വറി 9.19 നോക്കുക. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ്